നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാലും നമ്മളെത്തിയപ്പോൾ 11 മണിയായി. രാവിലെ എഴുന്നേറ്റു. വേദയെ ഞാൻ എങ്ങനെയൊക്കെയോ സ്കൂളിൽ പറഞ്ഞു വിട്ടു. നമുക്ക് സ്കൂൾ മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ദേ ഞാൻ പണിപ്പുരയിൽ നിൽക്കുകയാണ്. ഒരുപാട് ഓർഡേഴ്സ് വന്നു. ഒരുപാട് എൻക്വയറീസ് വന്നു. ഓർഡേഴ്സ് എല്ലാം നമ്മൾ ട്രാവലായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അതിലാണ് ആ ട്രാവലിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഓർഡേഴ്സ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഒന്നുപോലും മിസ്സാവാണ്ട് എല്ലാം കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇതൊക്കെയാണ് നമ്മുടെ വസ്ത്രയിൽ വന്നിട്ടുള്ള പുതിയ ഓണം ലോഞ്ചസ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എങ്കിലും ഞാൻ കുറച്ച് സെറ്റ് സാരിയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം അല്ലാതെയും കുറച്ച് സാരീസൊക്കെ എടുത്തിട്ടുണ്ട്. സെറ്റ് സാരീസൊക്കെ കുറേ പോയിട്ട് ഞാൻ എത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല. അതൊക്കെ ഞാൻ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കിടക്കുന്നു എന്ന് ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ട് രാവിലെ ഏട്ടൻ തന്നെ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച് തന്നു. അഡ്രസ്സും എഴുതി തന്നു. കാരണം കിച്ചണിലെ കാര്യവും ഇതൊക്കെ കറക്റ്റ് ഓർഡർ എടുത്ത് കൊടുത്താലേ ഏട്ടന് കറക്റ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അതെടുത്ത് കൊടുക്കണം. ഏട്ടൻ തന്നെ എഴുതിയൊക്കെ തന്നു. പിന്നെ ഇനി കൊണ്ടുവന്നു പോസ്റ്റ് ഓഫീസ് വഴി. ഞാൻ DTDC വഴിയാണ് അയക്കുന്നത്. അപ്പോൾ DTDCയിൽ ചില സ്ഥലങ്ങളിൽ എത്തിക്കാൻ ഭയങ്കര പാട്. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കണം. അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാമെന്ന് എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കണം. കുറേ പ്രീ ബുക്കിംഗ്. നമ്മുടെ റസ്റ്റ് ഓറഞ്ച് ബ്രൗൺ എന്തൊരു എൻക്വയറീസ് ആയിരുന്നു. എനിക്കറിയാം തന്നെ അത്രയും വരും. കാരണം കളർ കോമ്പിനേഷൻ ഓൾറെഡി എടുത്ത പീസസ് എല്ലാം കഴിഞ്ഞു. പ്രീ ബുക്കിംഗ് കൊടുത്തു. അവിടെയും സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി വീണ്ടും അവരെ കൊണ്ട് ചെയ്യിച്ച് സ്റ്റോക്ക് വരുത്തിക്കണം. അത്രയേറെ ഓർഡേഴ്സ് അതിന് വന്നു. അതിൽ നിന്നൊരു പീസ് എനിക്കും ചീമയ്ക്കും ഞാൻ മാറ്റണമെന്ന് വെച്ചിട്ട് അതുപോലും നടന്നില്ല കേട്ടോ. സാരികളൊക്കെ ഇതിൽ കുറേ പോയി. എനിക്ക് അതിശയമായിപ്പോയി കേട്ടോ. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ആരോ ചോദിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. കാരണം നമ്മൾ ഓണം എല്ലാ ബുട്ടീക്കുകളും ലോഞ്ചസ് കൊണ്ടുവന്നതുകൊണ്ട് സെറ്റ് സാരിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് നമുക്കും അതിലൊരു കുറവ് വരാൻ പാടില്ലല്ലോ എന്ന് കരുതി ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. കുറച്ച് ഓർഡേഴ്സ് ഞാൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വരും. അല്ലാത്ത കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, കാഞ്ചി കോട്ടൺ, ഇത് എന്താ തെൻപട്ടി കോട്ടൺ, ദെൻ അതേ പോച്ചമ്പള്ളി കോട്ടൺ, ഇതൊക്കെ പോയ സാരിയാണോ എന്തോ. ഇതിൻ്റെയൊക്കെ വീണ്ടും പീസസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാരികൾ പോച്ചമ്പള്ളി സാരീസ് കോട്ടനാണ് കേട്ടോ. പോച്ചമ്പള്ളി കോട്ടൺ സാരീസ്, അങ്ങനെ കാഞ്ചി കോട്ടൺ, കലങ്കാരി സാരീസ്, ഇതൊക്കെ കുറേ പീസസ് ഓൾറെഡി പോയ കേട്ടോ. ചുരിദാർ മെറ്റീരിയൽ ഇനി വളരെ 1-2 പീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം സോൾഡ് ഔട്ടായി. ഇതിൽ കൂടുതലും ചുരിദാർ മെറ്റീരിയലാണ്. കുറേയൊക്കെ എഴുതി ഇനി ഇതാ എഴുതാൻ കിടക്കണം. ഞാനിങ്ങനെ തലഭ്രാന്ത് പിടിച്ചിരിക്കട്ടോ. ഒരെണ്ണം പോലും നമുക്ക് മിസ്സാവാണ്ട് എത്തിച്ച് കൊടുക്കണ്ടേ, അതിൻ്റെ ഇതിലാണ്. അപ്പോൾ കുറേ സന്തോഷത്തിലാണ് ഇത് തന്നെ ഇത്രയും പെട്ടെന്ന് ഇത്രയും നമുക്ക് ഓർഡേഴ്സ് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. പക്ഷേ സൂൺ തന്നെ ഞാൻ കുറച്ചുകൂടെയൊക്കെ വസ്ത്രം പുരോഗമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഉടനെ നടക്കുമെന്ന് തോന്നണം. സന്തോഷത്തോടെ നടക്കട്ടെ അല്ലേ, നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ശരി, ഞാൻ കാര്യവും പറഞ്ഞ് വീഡിയോ എടുത്ത് നിന്നാൽ ഇതിവിടെ ഇങ്ങനെ കിടക്കും. ഞാനിതെല്ലാം അറേഞ്ച് ചെയ്യട്ടെ. സമയം 1 എൻ്റെ ജോലിയൊന്നും ആയില്ല. വസ്ത്രം ഞാൻ ഒതുക്കി കേട്ടോ. ഞാൻ ഒരു ഇത് വാങ്ങി. എന്തോന്ന് വാട്ടർ പ്യൂരിഫയർ. എനിക്ക് സാധാരണ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ വാങ്ങുന്നതിൽ വലിയ ഇതില്ലാത്ത ഒരാളായിരുന്നു. വെള്ളം തിളപ്പിച്ച് തന്നെ കുടിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു സിദ്ധാന്തം. അപ്പോൾ നമ്മൾ ഈ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോഴേ പെട്ടെന്ന് വെള്ളം കുടിക്കാൻ ദാഹിച്ച് വരുമ്പോൾ പിന്നെ ചൂടാക്കണം, തിളപ്പിക്കണം, അങ്ങനെ പാട്. പിന്നെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞ് അതിലാണ് ഈ വാട്ടർ പ്യൂരിഫയർ വഴി കുടിക്കുന്ന വെള്ളത്തിനാണ് മിനറൽസ് കൂടുതലുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഒരെണ്ണം വാങ്ങിച്ചേക്കാമെന്ന് കരുതി കേട്ടോ. ഇത് വേദയ്ക്ക് ഞാനൊരു വാച്ച് ബോക്സ് വാങ്ങിച്ചതാണേ. അവൾക്കിപ്പോൾ കുറേയേറെ വാച്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കേണ്ടതെല്ലാം വാച്ചാണ്. അപ്പോൾ ഞാനൊരു വാച്ച് ബോക്സ് വാങ്ങിച്ചു. 300 സംതിങ്ങേ ഉള്ളൂ. ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. 300 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. നല്ലതായിട്ടിരിക്കും, ക്യൂട്ടായിട്ട് ഒതുങ്ങിയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഒരെണ്ണം കാണാം, അവിടെ ഒരെണ്ണം കാണാം, ഇവിടെ ഒരെണ്ണം കാണാം, അങ്ങനെ ഭയങ്കര ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ വാരി വലിച്ച് വസ്ത്രയുടെ തുണികളുടെ കവറും അതും ഇതും ഒക്കെ ആയിട്ടൊരു കോലായിട്ട് കിടക്കണം. ഇത് ഒതുക്കണം. പിന്നെ പുള്ളി പോയാലേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ടോബി മുകളിൽ ക്ലീൻ ചെയ്തു, ഇനി ഇവിടെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ഭയങ്കര തിരക്കായിട്ട് നിൽക്കുന്നു. ചോറ് വെച്ചു, മീൻകറി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചു. ഒരു കത്തിരിക്ക മെഴുക്കുവരട്ടിക്ക് വെച്ചിട്ട് വസ്ത്രയുടെ പുറകെ നിന്നിട്ട് വന്നപ്പോൾ കത്തിരിക്ക കരിഞ്ഞു കേട്ടോ. ഏട്ടൻ അവിടെ പുറകെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് അതിൽ കാണാമോ, അത് കണ്ടുവിടല്ലേ. അങ്ങനെ കത്തിരിക്ക കരിഞ്ഞു പോയി. ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വച്ച കേട്ടോ. അപ്പോൾ ജോലികൾ നടക്കട്ടെ. അതായിരിക്കുന്ന കുറേ വാച്ച് ഒരെണ്ണം കെട്ടിക്കൊണ്ട് പോയി. 3 ഇതിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ വാച്ചാണ് ഇതിനകത്തിരിക്കണത്. ഇതാകുമ്പോഴേ അങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിടന്ന് പൊടിയൊക്കെ അടിച്ച് എല്ലാം നല്ല വാച്ചുകളാണേ. അപ്പോൾ അത് വെറുതെ എന്തിനാണ് നമ്മൾ ചീത്തയാക്കി കളയണം. ഇതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഇവിടെയെല്ലാം ഇരിക്കും. ഇത് ശരിയാക്കണം കേട്ടോ, പൊട്ടിപ്പോയി.
ഓക്കെ, നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കിച്ചൺ ആകെ വൃത്തികേടായി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ വള്ളി. നമ്മൾ ഓൾറെഡി ഇതുള്ള സാധനമായിരുന്നെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നു. എങ്കിലും കുഴപ്പമില്ല, വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്തു. കൊള്ളാം കേട്ടോ. ഇത് ആറ്റംബർഗിൻ്റെ ആണ്. പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. കാരണം ഇത് നമുക്ക് ബോർവെല്ലും ഉണ്ട്, നമ്മുടെ കോർപ്പറേഷൻ പഞ്ചായത്ത് വാട്ടറും ഉണ്ട്, അപ്പോൾ പൈപ്പ് ലൈനിലെ വാട്ടറും ഉണ്ട്. അപ്പം രണ്ടും കൂടെ ആകുമ്പോൾ രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫിൽട്ടർ ആവുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഞാൻ എടുത്തത്. പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാവേ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണേ. നെക്സ്റ്റ്, തറയിൽ നിൽക്കാനുള്ള സമയം കിട്ടിയില്ല. സമയം 4:30 3 മണിയായപ്പോഴാണ് ഞാൻ കുളിച്ചത്. കുളിച്ചിട്ട് വന്ന് കുറേ ഫോട്ടോസ് നമ്മുടെ വസ്ത്രം ഇടതില്ലായിരുന്നോ, കുറേയൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഫോട്ടോസ്. സെയിലായതൊക്കെ ഞാൻ രക്ഷപ്പെട്ടു, അല്ലാത്തതെല്ലാം ഫോട്ടോസൊക്കെ എടുത്ത് മനുഷ്യൻ നടു ഒടുങ്ങിയപ്പോഴേക്കും വേദയ്ക്ക് ട്യൂഷന് കൊണ്ടുപോകാനായിട്ട് നേരമായി. അപ്പോൾ ഏട്ടൻ എന്തോ തിരക്കെന്ന് പറഞ്ഞ് ഏട്ടൻ പോയി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇനിയിപ്പോൾ വേദയെ ട്യൂഷനാക്കണം. എൻ്റെ നടു ഒടുങ്ങി ഫോട്ടോസ് എല്ലാം എടുത്ത് ഇനി അതിനെ വസ്ത്രയുടെ ഫോണിലാക്കി ഒരുപാട് പരിപാടികൾ ഇനിയും ഉണ്ട്. ഡ്രസ്സ് എടുത്തിട്ട് ഇതാണ് കുറച്ച് പാടായിട്ടുള്ള കാര്യം. മനുഷ്യൻ്റെ നടു പൊട്ടണം കേട്ടോ. റെസ്റ്റ് എടുക്കേണ്ട ഞാനാണ്. വേദ ട്യൂഷന് വിട്ടിട്ട് നേരെ ഞാൻ നെട്ടയത്ത് വന്നു. നെട്ടയത്ത് വന്നപ്പോൾ ഞാൻ വരുന്ന കണ്ടിട്ട് അമ്മ ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്നില്ലേ ചക്ക, അതിനെ വറുക്കാനായിട്ട് എടുക്കുക കേട്ടോ. അത് അത്ര വിളങ്ങിയിട്ടൊന്നുമില്ല, ചക്ക വലിയ ചക്കയായിരുന്നു, പക്ഷെ വിളയാത്ത ചക്കയായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മ വറുക്കാനായിട്ട് എടുക്കുകയാണ്. വറുത്തപ്പോൾ ചൂടോടെ കഴിക്കാൻ കൊള്ളാം, തണുത്താൽ അത് വല്ലാതെ ആയിപ്പോവും കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ വേദയ്ക്ക് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വറുത്ത് തരുവാണ്. എന്നിട്ട് ഞാൻ കിച്ചണിലൊക്കെ കയറി ഒന്ന് അരിക്കുക കേട്ടോ. പൊട്ടറ്റോ കറിയുണ്ട്, പാവയ്ക്കൊക്കെ തീർന്നു, പിന്നെ മീൻകറി ഉണ്ട്, തിരച്ചി മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കഴിച്ചില്ല, ഇങ്ങനെ നോക്കിയിട്ട് ചക്ക വറുത്തത് മാത്രം കഴിച്ചു. സത്യം പറഞ്ഞാലേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. നെട്ടയത്ത് പോയിട്ട് വന്ന് ഞാനിങ്ങനെ കിടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അയ്യോ നാളത്തേക്കുള്ള വീഡിയോ ഒന്നും ആയില്ലല്ലോ, ലെങ്ത് ഒന്നും ആയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ വസ്ത്രയുടെ പിറകെ കുറച്ച് തിരക്കായിരുന്നു. 4:30 മണി വരെ ഞാൻ ഇതിൻ്റെ പിറകെ ആയിരുന്നു. അത് കഴിഞ്ഞ് വേദയും കൊണ്ട് അവിടെ പോയി. നെട്ടയത്ത് പോയപ്പോഴാണ് ഞാൻ ഒരു 5 മിനിറ്റ് അവിടെ 5 അല്ല 6:30 വരെ വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ നെട്ടയത്ത് പോയി. അപ്പോഴാണ് ഇരുന്ന സമയത്ത് ഇരുന്ന നേരം ഫോണിൽ വസ്ത്രയിൽ കുറേ ഓർഡേഴ്സ് വീണ്ടും വന്നു. അതിനെല്ലാം നോക്കി ഇരുന്ന് പിന്നെ എനിക്കല്ലാതെ അല്ലാതെ കുറച്ച് കൊളാബ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. ഭയങ്കരമായിട്ട് ടയേർഡായി. ഇന്നിപ്പോൾ കിടന്ന് ഉറങ്ങണമെന്ന് എഴുതിയതാണ്. 9 മണിയായി. കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. കുറച്ച് ഓർഡർ പാക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷം എൻ്റെ നാളെ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം. ടാറ്റാ ബൈ.